ഇസ്രായേലിലൊരു പ്രമാണമുണ്ട്. ഒരു മനുഷ്യൻ പാപം ചെയ്താൽ അവൻ്റെ പാപം ഒരു ആട്ടിൻകുട്ടിയുടെ മേൽ ചുമത്തും. ഒരു ആട്ടിൻകുട്ടിയെ ആലയത്തിൽ കൊണ്ടുവന്നിട്ട് അവൻ്റെ കൈ ആ ആട്ടിൻകുട്ടിയുടെ മേൽ വെച്ചിട്ട് പാപഭാരമെല്ലാം ആട്ടിൻകുട്ടിയുടെ മേൽ ഏൽപ്പിക്കുകയാണ്. എന്നിട്ട് ആട്ടിൻകുട്ടിയെ അറുത്തതിന് രക്തം ചൊരിയുമ്പോൾ ആ വ്യക്തി പാപത്തിൽ നിന്ന് മോചനം പ്രാപിച്ചവനായി വിശ്വസിച്ച് കടന്നു പോവുകയാണ്. ഇത് നാളെയും ആവർത്തിക്കേണ്ടതാണ്. നാളെയും മറ്റന്നാൾ അവൻ പാപം ചെയ്യുമ്പോൾ പാപത്തിൻ്റെ ആ മാനസികമായ വ്യഥയുണ്ടാകുമ്പോൾ ഭാരമുണ്ടാകുമ്പോഴെല്ലാം ചെയ്യേണ്ട ഒരു കർമ്മമായിട്ട് കൃത്യമായിട്ട് ചെയ്യേണ്ടതായിരിക്കുന്ന ഒന്നാണ് ഒരു ആട്ടിൻകുട്ടി അർപ്പിക്കുക എന്നുള്ളത്. എന്നാൽ ഇവിടെ ലോകത്തിൻ്റെ മുഴുവൻ്റെയും പാപത്തെ ചുമക്കുവാൻ ഒരുവൻ ലോകത്തിലേക്ക് വന്നു. ഒരു ആട്ടിൻകുട്ടി ആമേൻ എല്ലാ ദിവസവും ഓരോ ആട്ടിൻകുട്ടി അറുക്കുന്നതിന് പകരമായി ഈ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാടായ കർത്താവായ യേശു ക്രിസ്തു ലോകത്തിലേക്ക് വന്നു. യേശു ലോകത്തിലേക്ക് വന്നപ്പോൾ ദൈവം അയച്ചിട്ട് വന്നതായ യോഹന്നാൻ സ്നാപകൻ താൻ തന്നെ ശുശ്രൂഷ ചെയ്തുകൊണ്ടിരിക്കുന്ന അവസരത്തിൽ യേശു കർത്താവ് 30-ാമത്തെ വയസ്സിൽ യോർദാൻ്റെ തീരത്തുകൂടെ നടന്നു പോകുമ്പോൾ യോഹന്നാൻ സ്നാപകൻ ആ കർത്താവിനെ നോക്കി വിളിച്ചു പറയുകയാണ്, ഇതാ ലോകത്തിൻ്റെ പാപത്തെ ചുമക്കുന്ന ദൈവത്തിൻ്റെ കുഞ്ഞാട്. ഓരോ വ്യക്തിക്ക് വേണ്ടിയോ ഒരു വീടിന് വേണ്ടിയോ ഒരു സമൂഹത്തിന് വേണ്ടിയോ ഒരു ആട്ടിൻകുട്ടിയെ ഇനി അർപ്പിക്കേണ്ട കാര്യമില്ല. സകല മനുഷ്യൻ്റെയും പാപത്തിൻ്റെ പരിഹാരത്തിന് വേണ്ടി ക്രിസ്തു ഏകയാഗമായി നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നു. അതുകൊണ്ട് ഇന്ന് പകലിൽ കർത്താവ് സകല മനുഷ്യരെയും നോക്കി വിളിക്കുകയാണ്, എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുകയും. എന്നെ കേൾക്കുന്ന സകല വ്യക്തികളുമായുള്ളവരെ കർത്താവ് ഇന്ന് പകരം നമ്മളെ വിളിക്കുന്നു. നിന്റെ പാപം എത്ര കടും ചുവപ്പായിരുന്നാലും അത് ഹിമം പോലെ വെളുക്കും, രക്താംബരം പോലെ ചുവപ്പായിരുന്നാലും പഞ്ഞി പോലെ വെളുക്കും. എങ്ങനെ? യേശുവിൻ്റെ രക്തം സകല പാപവും പോക്കി നമ്മെ ശുദ്ധീകരിക്കുന്നതാണ്. ഇനിയൊരു പാപപരിഹാരത്തിന് വേണ്ടി ഒരു യാഗങ്ങളോ ഒരു കർമ്മമോ മനുഷ്യൻ ചെയ്യേണ്ട കാര്യമില്ല. എല്ലാറ്റിനും ഏകയാഗമായി എല്ലാ യാഗത്തിൻ്റെയും പൂർത്തി വരുത്തിക്കൊണ്ട് ക്രിസ്തു നമുക്ക് വേണ്ടി കാൽവറിയിൽ യാഗമായി തീർന്നു. അത് ഹൃദയം കൊണ്ട് വിശ്വസിച്ച് വായ കൊണ്ട് ഏറ്റുപറയുവാൻ കഴിഞ്ഞാൽ ഏത് മനുഷ്യനും പാപത്തിൽ നിന്ന് മോചനം പ്രാപിപ്പാനായി കഴിയും. കർത്താവിലേക്ക് കടന്നു വരിക. ഇതിന് നമ്മുടെ കുടുംബ പാരമ്പര്യമോ നമ്മുടെ കഴിവോ നമ്മുടെ ശ്രേഷ്ഠതയോ നമ്മുടെ നിറമോ ഒന്നും ആവശ്യമില്ല. ഏത് വ്യക്തിയെ നോക്കി കർത്താവിൻ്റെ പകൽക്കാലം ആഗ്രഹിക്കുന്ന കാര്യം അവനെങ്കിലേക്ക് വന്നിരുന്നെങ്കിൽ, അതെ, കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുവാൻ. ഒരുപക്ഷെ ജനിപ്പിച്ച പിതാവോ മാതാവോ നമ്മൾ ഉപേക്ഷിച്ചെന്ന് വരാം, അവരൊക്കെ നമ്മളെ സഹായിച്ചില്ലെന്ന് വരാം. പക്ഷേ അവരാരുമില്ലെങ്കിലും കർത്താവ് പറയുകയാണ്, അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമായുള്ളവരെ എൻ്റെ അടുക്കിലേക്ക് വരുകയും ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം. പാപഭാരം മാറ്റുവാൻ, പാപഭാരം ഒഴിഞ്ഞു പോകുവാൻ മതങ്ങൾ പഠിപ്പിക്കുന്ന കർമാദികളോ അത് പഠിപ്പിക്കുന്നതായ നിയമങ്ങളോ ഇനിയും ആചരിച്ച് നിങ്ങൾ വിഷമിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ വെറുതെ അതിനുവേണ്ടി അധ്വാനിക്കേണ്ട കാര്യമില്ല. നിങ്ങൾ എൻ്റെ അടുക്കിലേക്ക് കടന്നു വരുവീൻ, സകല ഭൂവാസികളുമായുള്ളവരെ എങ്കിലേക്ക് നോക്കി രക്ഷപ്പെടുവീനെന്ന് കർത്താവായ യേശു ഇന്ന് പകൽക്കാലം നമുക്ക് വേണ്ടി വിളിക്കുകയാണ്. കാൽവരുടെ ഉന്നതത്തിൽ ആമേൻ ദൈവരൂപത്തിലേക്ക് ദൈവത്തോടുള്ള സമത്വം മുറുകെ പിടിച്ചുകൊള്ളണമെന്ന് വിചാരിക്കാതെ ദാസരൂപമെടുത്ത് വേഷത്തിൽ മനുഷ്യനായി തന്നെത്താൻ താഴ്ത്തി ക്രൂശിലെ മരണത്തോളം അനുസരണമുള്ളവനായി കർത്താവായ യേശു നമുക്ക് വേണ്ടി കാലുവരുടെ മലമ്പുറത്ത് ഇരു കളർമാ നടുവിലായി മരക്കുരിശിന്മേൽ നമുക്ക് വേണ്ടി തൂങ്ങപ്പെടുകയുണ്ടായി. ഈ കാലുകൾ ആണികൾക്ക് വേണ്ടി ഏൽപ്പിച്ചു കൊടുത്ത് കാൽവറിയിൽ നമുക്ക് വേണ്ടി തകർക്കപ്പെട്ട യേശുവിലേക്ക് നോക്കുക. ഇന്ന് പകലിൽ പാപഭാരം ചുമക്കുന്ന സകല മനുഷ്യരോടും സകല വ്യക്തികളോടും നിങ്ങളുടെ പ്രായവ്യത്യാസമോ വലുപ്പ വ്യത്യാസമോ നോക്കാതെ കർത്താവിലേക്ക് നോക്കുക. എനിക്കും നിങ്ങൾക്കും വേണ്ടി ആമേൻ ഓരോ വ്യക്തിക്കും വേണ്ടി കാൽവറിയിൽ ഒരുവൻ നമുക്ക് വേണ്ടി തൂങ്ങുന്നു. ക്രൂശിലേക്ക് നോക്കുക. അങ്ങകലെ ആ കാൽവറിയിൽ നമുക്കൊരുവനെ കാണുവാൻ കഴിയും. ഇരുഭാഗത്തുമായി 2 കള്ളന്മാരെ ക്രൂശിച്ചിരിക്കുന്നു. നടുവിലെ ക്രൂശിന്മേൽ ഒരുവൻ കിടക്കുന്നുണ്ട്. അവൻ പാപമില്ലാത്തവനാണ്, പാപമറിയാത്തവനാണ്, പാപം തീണ്ടാത്തവനാണ്. ആമേൻ പാപത്തിന് പകരമായി നമുക്ക് വേണ്ടി വന്നവനായി പാപമറിയാത്തവനെ നാം അവനിൽ ദൈവത്തിന് നീതിയാകേണ്ടതിന് അവൻ നമുക്ക് വേണ്ടി പാപമാക്കി എന്നെഴുതിയിരിക്കുന്ന പ്രകാരം പാപമാക്കപ്പെട്ടവനായ ഒരുവൻ കാൽവറിയിൽ നമുക്ക് വേണ്ടി തൂങ്ങപ്പെടുകയാണ്. കണ്ടാൽ ആളെല്ലാം തോന്നുമാറ് കോമളത്വമില്ലാത്തവനായി വിരുവുമായ മുഖത്തോടുകൂടെ തലയിൽ മുൾക്കിരീടം ചൂടപ്പെട്ടവനായി ദേഹമെല്ലാം ചാട്ടമാറുകൊണ്ടും ചമ്മട്ടുകൊണ്ടും അടിച്ച് കീറപ്പെട്ടവനായി ഉഴവുകാരൻ്റെ മുതുകിന്മേൽ ഉഴവുചാലുകളെ നീളത്തിൽ കീറിയെന്ന് എഴുതിയിരിക്കുന്ന വചനപ്രകാരം നമ്മുടെ കർത്താവായ യേശു നമുക്ക് വേണ്ടി ദേഹമെല്ലാം അടിച്ച് കീറപ്പെട്ടവനായി കാൽവറിയിൽ നമുക്ക് വേണ്ടി ക്രൂശിൽ കിടന്നുകൊണ്ട് അവസാനമായി താൻ ഇപ്രകാരം വിളിച്ചു പറഞ്ഞു, സകലവും നിവൃത്തിയായി.
അതെ, എന്നെ കേൾക്കുന്ന പ്രിയപ്പെട്ടവരെ, പാപത്തിൽ നിന്ന് മോചനം പ്രാപിപ്പാൻ ഇനിയും ഒരു കർമ്മവും ആവശ്യമില്ല, ഒരു ചടങ്ങുകളും ചെയ്യേണ്ട കാര്യമില്ല. യേശു നമുക്ക് വേണ്ടി ക്രൂശിൽ യാഗമായി തീർന്നു. യേശു നമ്മുടെ അതിക്രമങ്ങൾ നിമിത്തം മുറിവേറ്റും നമ്മുടെ നീതീകരണത്തിനായി ഉയർത്തി നിൽക്കുകയും ചെയ്തു. ഞാൻ ഒന്നുകൂടെ പറയട്ടെ, യേശു കാൽവരിയിൽ മരിച്ചു കൊണ്ട് നമുക്ക് രക്ഷപ്പെടുവാൻ കഴിയത്തില്ല. കർത്താവ് നമുക്ക് വേണ്ടി അങ്ങനെ ഒന്ന് മാത്രമേ സംഭവിച്ചുള്ളതെങ്കിൽ നമുക്ക് യേശുവിന് പ്രത്യേകത പറയുവാൻ കഴിയത്തില്ല. എന്നാൽ യേശുവിൻ്റെ പ്രത്യേകത മറ്റുള്ളവരിൽ നിന്ന് യേശുവിനെ വ്യത്യസ്തനാക്കുന്നത് മറ്റൊന്നുമല്ല, മരണത്തെ ജയിച്ച് 3-ാം ദിവസം പുനരുത്ഥാനം ചെയ്തവനാണ് കർത്താവായ യേശു ക്രിസ്തു. യേശു പാപപരിഹാരത്തിന് വേണ്ടി ക്രൂശിൽ മരിച്ചു. നമ്മുടെ നീതീകരണത്തിന് വേണ്ടി കർത്താവ് ഉയർത്തെഴുന്നേറ്റ് ഇന്ന് വന്നേക്കും ജീവിക്കുന്ന ഏക രക്ഷിതാവാണ് കർത്താവായ യേശു ക്രിസ്തു. മഹാന്മാർ, ഈ ഉലകത്തിൽ അനേക ശ്രേഷ്ഠന്മാർ, അനേക മഹാന്മാർ, അവരെ മരിച്ച കല്ലറയ്ക്കുള്ളിൽ അവരിന്നും അടങ്ങുമ്പോൾ, അവരെ അവിടെ കൊണ്ട് തീർന്നു കഴിയുമ്പോൾ യേശുവിൻ്റെ ചരിത്രം കല്ലറ കൊണ്ട് അവസാനിക്കുന്നതല്ല. കല്ലറയെ ഭേദിച്ചുകൊണ്ട് 3-ാം ദിവസം പുനരുത്ഥാനം ചെയ്ത ഇന്ന് വന്നേക്കും ജീവിക്കുന്ന രക്ഷിതാവിലേക്ക് എല്ലാ പ്രിയപ്പെട്ടവരും പകൽക്കാലം നോക്കുക. കർത്താവ് നമ്മെ സ്നേഹിക്കുന്നു. ഹല്ലേലൂയ, ആമേൻ. ഈ വചനം കേൾക്കുമ്പോൾ നിങ്ങളെ ഓരോരുത്തരെയും കർത്താവ് സ്നേഹത്തോടെ വിളിക്കുകയാണ്. അധ്വാനിക്കുന്നവരും ഭാരം ചുമക്കുന്ന ഏവരുമായുള്ളവരെ എൻ്റെ അടുക്കൽ വരുവീൻ, ഞാൻ നിങ്ങളെ ആശ്വസിപ്പിക്കാം.